മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. കേസിൽ വിജയം ലഭിക്കാൻ, പോലീസ് കേസുകൾ അവസാനിക്കാൻ, കള്ളക്കേസുകളിൽ നിന്ന് മോചനം നേടാൻ, നുണയുടെ കുരുക്കുകൾ അഴിയുന്നതിനു വേണ്ടി ഇതാ ദൈവവചനമുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ അനേക വർഷങ്ങളായി ശുശ്രൂഷാ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പലർക്കും ഇതുപോലെ ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഓടി വന്നിട്ടുണ്ട്. ബ്രദറെ, അത്ഭുതം നടന്നു, ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഓർത്തില്ല. വക്കീൽ വരെയും ചോദിച്ചു, ഇത് എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്, ഇത് എങ്ങനെ നിങ്ങൾക്ക് നടത്തി കിട്ടി? ഒരിക്കലും നമുക്ക് അനുകൂലമാകുമെന്ന് വിചാരിച്ചതല്ല എന്ന്. അതുകൊണ്ട് ജഡ്ജിയെയും വക്കീലന്മാരെയും എതിർവാദികളെയും പ്രതികളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയവരുടെ കോലാഹങ്ങൾ, തർക്കങ്ങൾ, നുണപ്രസ്താവനകൾ, വാശിവൈരാഗ്യങ്ങൾ എല്ലാം ദൈവിക സംവിധാനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക. യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകണമെന്ന് എല്ലാ ഫയലുകളെയും നൂലാമാലകളെയും എല്ലാ സാക്ഷ്യങ്ങളെയും യേശുവിൻ്റെ തിരക്തത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതം നടന്നിരിക്കും. ഇനി നമ്മൾ മരിച്ചാലും ഇത് തീരാൻ പോകണില്ല. ഇനി തീരുമ്പോൾ തീരട്ടെ, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ വിചാരിക്കണ്ട. ഇതാ ദൈവത്തിന് അപ്പീൽ പോയി മടുത്തു, അല്ലെങ്കിൽ വക്കീൽ ഹാജരാകുന്നില്ല. സ്വന്തം വക്കീൽ വരെ പറഞ്ഞു ഇതിൽ നമുക്ക് പ്രതീക്ഷയില്ല. ആദ്യം പറഞ്ഞത് ഇത് നമുക്കാണെന്നാ, ഇപ്പോൾ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ വന്നത് ഓർക്കുകയാണ്, 1.25 കോടി രൂപ മേടിച്ചു തരാം, അത് നല്ലൊരു തുക കോമ്പൻസേഷനാണ്, ഇത് വിട്ടുകൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലതെന്ന്. സാധാരണഗതി എളുപ്പം തീർക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയും. ഈ കേസിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇത് നമുക്ക് അനുകൂലമായിട്ട് തരും. സ്വന്തം വക്കീൽ വരെ എതിരായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് ആ മനുഷ്യന് അനുകൂലമായിട്ട് അത് കേസ് നടത്തി കിട്ടി. ഹല്ലേലൂയ. സങ്കീർത്തനം 35, 24, 27 വചനങ്ങൾ, 24, 27 മറന്നു പോകരുതേ. എൻ്റെ ദൈവമായ കർത്താവേ, ആത്മാർത്ഥമായിട്ട് ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം ഉപേക്ഷിക്കുക, കൈവിടുക. അങ്ങയുടെ നീതിക്കൊടുത്ത് എനിക്ക് നീതി നടത്തി തരണമേ. അടുത്ത വാക്യം, അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ. നാണം കെടാൻ ഇടയാക്കരുതേ. കാല് പിടിക്കുന്നവനെ ആരെങ്കിലും തൊഴിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇതാ എല്ലാ സംവിധാനങ്ങളും ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം, കരുണ കാണിക്കുന്ന ദൈവം വിജയകരമായ വലത് കൈ കൊണ്ട് നിങ്ങളെ താങ്ങി നിർത്തും, വിജയം തരും, സാക്ഷ്യപ്പെടുത്താൻ ഇടയാകും. നിങ്ങളുടെ കമൻസുകൾ, നിങ്ങളുടെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഇതെല്ലാം സുവിശേഷ വേലയിൽ വലിയ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണം. അത്ഭുതം നടക്കും. മറന്നുപോകരുത്. സങ്കീർത്തനം 35, 24, 27